വീട്ടിലെപ്പം ആര് വന്നു നിന്നാലും അവർ പോയി കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കും. Hi everyone, welcome back to the Lady and YouTube channel. ശരിക്കും ഇത്ര എനർജി ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം സമയം ഒരു 7-8 മണി ആവാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ വെച്ച് ശരിയാണോ നോക്കാൻ പോയതാ. വീട്ടില് എന്റെ റൂമില് എക്സ്ട്രാ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂം വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പൊ വീട്ടിലെപ്പം ആര് വന്നു നിന്നാലും അവർ പോയി കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കും. അപ്പൊ ഞാനിപ്പോ അത് ചെയ്യാൻ പോകുന്ന ദിവസം. ഇതിപ്പം 7-8 മണി ആയിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഫുൾ വൃത്തിയാക്കി മൊത്തം സെറ്റ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞാലേ എന്താ പറയാ, എനിക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഫുൾ എന്തായാലും ഇന്ന് തന്നെ വൃത്തിയാക്കും. അപ്പം നമുക്ക് വൃത്തിയാക്കാം. എന്താ പറയാ, ഞാൻ വൃത്തിയാക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇപ്പൊ എന്താ അവസ്ഥ ഭയങ്കര വൃത്തിയോടൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും എനിക്കൊന്ന് ബെഡ്ഷീറ്റ് മാറ്റണം, ഒന്ന് അടിച്ചു വാരണം, തുടയ്ക്കണം, ഒന്ന് ബാത്റൂം കഴുകണം, അങ്ങനത്തെ കുറച്ച് ടാസ്കുകളുണ്ട്. അപ്പൊ ഞാൻ അതിന് മുന്നേ ഇപ്പൊ എന്താ അവസ്ഥ എന്നൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ഈ ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ക്ലീൻ ആക്കണം. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിട്ടതില്ലേ, എന്താ പറയാ, ആ ടേബിളിൽ ഞാൻ ആ ഷീറ്റ് ഇട്ടത് അത് മാറ്റണം. അത് കാറ്റിൽ ഇങ്ങനെ ആടി 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 എപ്പോഴും വൃത്തികേടായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഈ മാറ്റ് ഒരു ശിവന്റെയോ ഏതോ ഒരു ദൈവത്തിന്റെ മറ്റൊരു ഇങ്ങനെ എന്താ പറയാ പോസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യൂലേ, അപ്പം അവര് ചെയ്ത പോലെ ഒരു ചാലഞ്ച് ആയിട്ടും പറഞ്ഞിട്ട് നമ്മളെല്ലാരും ചെയ്ത് നോക്കാൻ വേണ്ടി മാറ്റ് അവിടെ കൊണ്ടുവച്ചായിരുന്നു. അവിടെ വൃത്തിയാക്കണം. ചെറിയ റൂമാ, പെട്ടെന്ന് കഴിയും. പിന്നെ ബാത്റൂമിന്റെ അവസ്ഥ അത്ര വൃത്തിയോടൊന്നുമില്ല, എന്നാലും എനിക്കൊന്ന് നന്നായിട്ട് കഴുകണം. ഒരു ഡീപ് ക്ലീൻ പരിപാടി. ഫ്ലോറും ക്ലോസറ്റും പറ്റുകയാണെങ്കിൽ ഈ വോളും ഈ ബാത്റൂമിന്റെ ഡോറും ഇതൊക്കെ ഒന്ന് കഴുകണം എന്ന് വിചാരിക്കും. അങ്ങനെ എന്റെ ഇവിടെ ഒരു ഫെയറി ലൈറ്റ് ഉണ്ട്, കണ്ടോ നിങ്ങളിതാ ഈ മിററിന്റെ അവിടേക്ക് കൊണ്ടിട്ട് ഈ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് എന്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയി. പെട്ടെന്ന് ബാത്റൂം പോവാൻ, രാവിലെ ഉറക്കത്തിൽ ബാത്റൂം പോവാൻ മുട്ടിയപ്പോ ഞാൻ എഴുന്നേറ്റ് ഓടി ലൈറ്റ് ഇട്ടപ്പം അതിന്റെ മുകളിൽ തട്ടിയിട്ട് അതിന്റെ കണക്ഷൻ പൊട്ടിപ്പോയി. അപ്പൊ എനിക്ക് അതില്ലാണ്ട് പറ്റൂല. അപ്പം അത് എനിക്ക് ലൈറ്റ് ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലൈറ്റ് വേണം, എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഡാർക്ക് അത്ര ഇരുട്ടത്തിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് മാറ്റണം. നമ്മൾ ക്രിസ്മസിനൊക്കെ വാങ്ങിച്ച എന്തെങ്കിലുമൊക്കെ കാണും, ഫെയറി ലൈറ്റ്സ് എന്തെങ്കിലും കാണും, തപ്പി നോക്കിട്ടുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റാം. ആദ്യം നമുക്ക് ബാത്റൂമില് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഐ മീൻ ഹാർപ്പിക്കും പിന്നെ താഴെ ഫ്ലോറിൽ എന്താ കഴുകണം അതൊക്കെ ഒഴിച്ചിടാം. അപ്പൊ അതവിടെ കിടന്ന് പിടിച്ചോളൂ. അപ്പൊ ലാസ്റ്റ് പിന്നെ കഴുകിയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ആ ടാസ്ക് ചെയ്യാം.
ഇത്തിരി ആവേശം കൂടിപ്പോയി, എല്ലാം ഇവിടെ തൂത്ത്. കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യാം. ഇതിൽ ലൈറ്റ് ഉണ്ടോ നോക്കാം, അറിയില്ല, നോക്കി നോക്കാം. ഒന്നുണ്ട്, കത്ത് നോക്കി നോക്കാം. കത്തും. അപ്പൊ അത് സെറ്റാക്കാം. ഇനി നമുക്ക് ഈ കോർണർ സെറ്റ് ചെയ്യാം. ഈ തുണി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും നല്ല ക്ലോത്ത് ഒക്കെ ഇട്ട് സെറ്റ് ആക്കാം. ഇതിന് ആവശ്യമില്ല, കളയാം. ആ കോർണർ കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ട് ഒന്ന് തുടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അടിച്ചു കിടക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ.
കഴിഞ്ഞ് നമുക്കൊന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ഇതൊന്ന് തുടയ്ക്കും കൂടി ചെയ്താൽ പൊടി തട്ടൽ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ്. മടിയാണ്, പക്ഷെ ചെയ്യാണ്ട് ഉറങ്ങാൻ പറ്റൂലുള്ള അവസ്ഥയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് കിടക്കുമ്പോൾ കിട്ടും ഒരു അടിപൊളി സുഖം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫുൾ അടിച്ചു വരാം. പിന്നെ ബെഡ്ഷീറ്റ് ഇരിക്കാനുണ്ട്, ഇതൊക്കെ ഉണ്ട് ചെയ്യാം ഓരോന്നോരോന്നിട്ട്. എൻ്റെ റൂം മാത്രം ക്ലീൻ ആക്കാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പം വിചാരിച്ചു മുകളിൽ മൊത്തം അങ്ങ് ക്ലീൻ ആക്കി കളയാന്ന്. ഇതാണ് തുടച്ചില്ല, അടിച്ചു വരി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. ചൂടത്ത് അമ്മേ ഈ തുടക്കാനുള്ള പരിപാടി നോക്കാം. അപ്പം അടിച്ചുവാരി തൊട കഴിഞ്ഞു. ഇനി ഏട്ടന്റെ റൂമിലാ കട്ടിലിന് ഡ്രോ ഉള്ളത്. ഏട്ടന്റെ റൂമിലുണ്ട്, താഴെ അമ്മേന്റെ റൂമിൽ അവരുടെ റൂമിലുണ്ട്, എനിക്കില്ല. അപ്പം ബെഡ്ഷീറ്റൊക്കെ ഇതിലാ വെക്കല്. അപ്പൊ ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് ആ റൂമിൽ പോയിട്ട് വിരിക്കാം. ഓക്കെ, നല്ല മണം വരുന്നൊരു സാധനം അമ്മ പൂജാ റൂമിൽ കത്തിക്കുന്ന, പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ക്യൂബ് പോലെ വരും. ക്യൂബാണോ ഇതിന് പറയാം, എനിക്കറിയില്ല. അപ്പൊ ഇത് നമുക്ക് കത്തിച്ച് വെക്കാം. അപ്പൊ എല്ലാം കഴിഞ്ഞ് റൂം മൊത്തം ക്ലീനിങ് പരിപാടി കഴിഞ്ഞാല് നല്ലൊരു മണങ്ങനെ നിന്നുള്ള റൂം. എനിക്ക് റൂം ക്ലീൻ ചെയ്യാ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചൂട് പാല് വരാഞ്ഞാൽ മതി. അങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ എനിക്കൊരു തെറാപ്പി പോലെ കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ യൂട്യൂബിലാണെങ്കിലും അങ്ങനത്തെ കുറെ ക്ലീനിങ്ങിന്റെ കുറെ വീഡിയോസ് കാണാം. അപ്പൊ എൻ്റെ വീട്ടിലോ ചിലപ്പോൾ മാളുവിന്റെ വീട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് കാലൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ ചുമ്മാ ട്രിപ്പൊക്കെ പോകല്ലേ, ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ. അപ്പം 2-3 ദിവസമൊക്കെ ആണെങ്കിൽ മാക്സിമം ചില്ല് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടി നോക്കുക. നമ്മൾ ചുമ്മാ കുറച്ച് കാലം നിൽക്കാൻ ഇങ്ങനെ പോലെ 1 ആഴ്ചയോ 2 ആഴ്ചയോ അങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ പോകുമ്പോൾ പിന്നെ അവിടുത്തെ ആളായിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യും. ഫുഡ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ വർത്താനം പറഞ്ഞോടെ കുറച്ച് റെസ്റ്റ് ചെയ്താൽ നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ പോകാം.
എല്ലാ ടാസ്കും കഴിഞ്ഞ ചെടിയും കൂടി നനയ്ക്കാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത് നനയ്ക്കാനുള്ള പരിപാടിയില്ല. ഞാനില്ല പീരിയഡ്സ് ആവുന്ന സമയത്ത് ചെടി തൊടാറില്ല, ചെടി നനയ്ക്കാറില്ല. പീരിയഡ്സ് ആവാനാവുന്ന തോന്നൽ വരുമ്പോ തന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് സെറ്റാക്കി വെക്കും. എന്നിട്ട് പീരിയഡ്സ് കഴിഞ്ഞിട്ടാണ് ചെടിക്ക് വെള്ളം ഒഴിക്കാറ്. ഇച്ചിരിയുടെ തൂത്ത് ലാസ്റ്റ് തുടങ്ങാം. ചെടിക്ക് വെള്ളം ഒഴിക്കാറ്. പുറത്തുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിലും ഞാൻ പീരിയഡ്സ് ആവുന്ന സമയത്ത് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യാം. അപ്പം ഇതിനൊന്നും വെള്ളം കിട്ടാണ്ട് എല്ലാം കൂടി ഉണങ്ങി വാടിയിരിക്കുകയാണ്. അപ്പം അത് ഞാൻ എന്താ പറയുക, പീരിയഡ്സ് ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ അതൊന്ന് കുളിച്ചതിന് ശേഷം പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ അതാ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. നിങ്ങൾക്കറിയോ അതെന്താന്ന്? എനിക്ക് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നല്ല. ചിലപ്പോൾ ബോഡിയൊക്കെ ഹീറ്റ് ആവുമല്ലോ നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത്. ഇനിയിപ്പോ അങ്ങനെ ഹീറ്റ് എന്തെങ്കിലും ടച്ച് ആയിട്ട് അത് അങ്ങനെ ഉണങ്ങി പോകുന്നതാണോ എന്താന്ന് എനിക്കറിയില്ല. പണ്ട് എപ്പോഴോ ഇതേപോലെ പീരിയഡ്സ് ആയിട്ട് ഞാൻ പോയി ചെടി തൊട്ടിട്ട് അത് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കില്ല. എന്താന്നറിയില്ല. നിങ്ങൾക്കറിയോ? ഞാനൊരു 8-8:30 തുടങ്ങിയതാട്ടോ. 10 എന്റെ പണിയെല്ലാം തീർത്ത് സമാധാനായി. നേരത്തെ ഇവിടെ ഗായ ഉണ്ടായിരുന്നു. അവള് പോയതിനു ശേഷം വൃത്തിയാക്കാന്ന് വിചാരിച്ചു. പിന്നെ അവള് പോയതിനു ശേഷം പിന്നെയും മടി പിടിച്ച് കുറെ ഫോണിൽ കുത്തിക്കളിച്ച് പിന്നെ വെച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ച് പോയി ഭക്ഷണം കഴിച്ച്. അപ്പൊ ഭക്ഷണം കഴിച്ചപ്പോ വിചാരിച്ച് ഭക്ഷണം കഴിച്ചില്ല, കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് വീണ്ടും റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീർക്കാം. തുടങ്ങാനുള്ള ഒരു ഭയങ്കര മടിയായിരുന്നു. പക്ഷെ എല്ലാം തീർത്ത് സെറ്റാക്കി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ക്ലീനിങ്ങിൻ്റെതും അങ്ങനത്തെ വ്ളോഗ്സ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്ന അങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ഇഷ്ടമുള്ള ആളാണ്. ഞാനിപ്പം റീൽസിലാണെങ്കിലൊക്കെ ഞാൻ ഷോർട്സിലാണെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ അങ്ങനത്തെ വീഡിയോസിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് വീണ്ടും ചെയ്തിട്ട് ഇടുന്നത്. അങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ടാണ് കൂടുതൽ വേർക്കുന്നത്. കുറച്ചൊരു വെള്ളം കുടിക്കട്ടെ. ക്ഷീണിച്ച്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഏട്ടൻ ജിമ്മിൽ പോയി വന്നിട്ട് ചിലപ്പോൾ മൂവി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും മൂവിയൊക്കെ കണ്ടിട്ട് അങ്ങനെ പതിയെ കിടന്നുറങ്ങാനാണ് പ്ലാന്. നേരത്തെ കഴിച്ചതിനെ കൊണ്ട് ചിലപ്പം കഴിക്കും, ചിലപ്പം കഴിക്കൂല. ഏട്ടൻ വന്നിട്ട് ചിലപ്പം കൂടെ ഇരുന്ന് കഴിക്കായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരി. അപ്പൊ ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ ആയിരിക്കില്ല എല്ലാവരും. പക്ഷെ എനിക്ക് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയായി കഴിയുമ്പോഴൊക്കെ ഒരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടാറുണ്ട്. അതിപ്പോ ഞാൻ വൃത്തിയാക്കാതെ അങ്ങനെ തന്നെ കിടന്നുറങ്ങിക്കാൻ എനിക്കൊരു പ്രോപ്പർ സ്ലീപ്പ് ഒന്നും കിട്ടൂല. ഇപ്പൊ രാവിലെ എണീറ്റാലും നല്ല മൂഡിൽ എണീക്കാൻ പറ്റില്ല. വൃത്തിയുള്ള സ്ഥലത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴും നല്ലൊരു മൂഡിൽ പ്ലസന്റ് ആയിട്ട് എഴുന്നേൽക്കാനൊക്കെ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചത്. അപ്പൊ അത്രേ ഉള്ളൂ. ശരി, ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ.